ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് അതിരാവിലെ എണീറ്റു. 5:30 എണീറ്റ് എന്നിട്ട് ബസ് പുറത്തോകാതെ. ഇന്ന് ചൊവ്വാഴ്ച ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ റൂട്ട് ഇവിടെ ആയിരിക്കുള്ളൂ, മാലിയങ്കര ചെട്ടിക്കാട് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ചെട്ടിക്കാട് പള്ളിയിൽ സ്പെഷ്യൽ ഡേ ആണ്. പറ്റിയ പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു ഡെലിവറി ബ്ലോഗ് തന്നെ ആവാം. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ ഡെലിവറിയുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസ് എത്താറായിട്ടുണ്ട്. ഓഫീസിൽ ലോണൊക്കെ എടുക്കട്ടെ. ലോണൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓക്കെ. ഹാൻഡ് സ്ലീവ് ഉണ്ടോ? ഹാൻഡ് സ്ലീവ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള പെൻ്റെ പ്ലാസയിലാണ്. എൻ്റെ ഹാൻഡ് സ്ലീവ് ഒരെണ്ണം മേടിക്കണം. ഹാൻഡ് സ്ലീവ് ഇല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് ഭയങ്കര പ്രശ്നമുണ്ട്. അതാണെങ്കിൽ തുണിക്കട ഒന്നും തുറക്കാനായിട്ടില്ല. അവിടെ ഒരു കട ഉണ്ട്, അവിടെ എന്തെങ്കിലും ചോദിച്ചു നോക്കാം. ഹാൻഡ് സ്ലീവ് അവിടെയും ഇല്ല. വേറെ അവിടെ പോയി നോക്കാം. വണ്ടി അവിടെ ചെണ്ടാ ഫോണ്, മറ്റേ ഫോൺ കിട്ടി കഴിഞ്ഞ് ബാക്ക് അവിടെ എടുത്തിട്ടുണ്ടോ. അല്ലെങ്കിൽ ഇത് 2-3 പ്രാവശ്യം താഴത്തോണ്ട് ഡിസ്പ്ലേ പോയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഡിസ്പ്ലേ പുതിയത് മാറ്റിട്ട് കൊണ്ടുവന്നുള്ളൂ. അതിപ്പോൾ ഒരു പ്രാവശ്യം കൂടി പോകും ഗൈസ്. അപ്പം വണ്ടി പോട്ടെ. നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ഞാനിപ്പോൾ വന്ന വഴി ഉണ്ടല്ലോ, ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് ചെയ്തത്. കറക്റ്റ് ടൈമിന് വന്നപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാജരത്തിൻ്റെ വെള്ളം കിടക്കണം. കാണിച്ചു തരാം. കണ്ടാ, നല്ല ഭംഗിയല്ലേ നമ്മുടെ പ്ലാജരത്തിൻ്റെ വെള്ളം. ഇതാണ് അവരുടെ ഷെഡ്. ഇതിൽ കൂടെയാണ് സാധനം ഇറക്കണതാക്കാം. ഇതാണ് നമ്മളെ പ്ലാജരത്തിൻ്റെ ഷെഡ്. കണ്ട, അപ്പോൾ നമ്മുടെ പ്ലാജരത്തിൻ്റെ വെള്ളം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പ്ലാജരത്തിൻ്റെ വെള്ളം. ഇവിടെ നിന്നാണ് വള്ളംകളിയൊക്കെ പോണത്. നോക്കാം. പിന്നെ ബാക്കി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാം. ഡെലിവറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വണ്ടി കിക്ക് റെഡി ചെയ്യണം. പിന്നെ മറ്റേ ഹാൻഡ് സ്ലീവ് അന്വേഷിച്ചിടന്നിട്ട് കിട്ടിയില്ല. ഇവിടെ ഒന്നും കടകളാണെങ്കിൽ അത് തുറന്നിട്ടില്ല. പറ്റിയത് പനി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറി നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്യാം. ഓൺലൈനാകുമ്പോൾ ചിലപ്പോൾ ഓഫറിന് കിട്ടും. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 2 കിട്ടും. ഞാൻ അങ്ങനെ മേടിച്ചിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം കാരണം കടലിൽ കയറി നോക്കിയത്. നമ്മുടെ ഫസ്റ്റ് പിക്കപ്പ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോയി ഡെലിവറി. അടുത്ത സ്ഥലത്തോട്ട് പോവാം. ആഷിക്ക് ആളുണ്ടോ ഇവിടെ? ഒരു OTP ഞാൻ വിളിക്കാം. ഹലോ, ആഷിക്കല്ലേ? ഞാനിവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു OTP വന്നിട്ടുണ്ടോ നോക്കി പറയാമോ? എന്തോ ഒന്ന് നോക്കിയേ, വാട്സാപ്പിൽ നോക്കിയേ. 7520 അല്ലേ? ഓക്കെ, ശരി. അവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പം 2 പിക്കപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മൊത്തം പിക്കപ്പ് എടുത്ത് തന്നെ പോകുന്നു തോന്നുന്നു. ചോദിച്ചോട്ടെ. റിട്ടേൺ എടുക്കാനായിട്ട് ചെരുപ്പം ഡ്രസ്സോ അത് 6 പാക്കാണോ? അതായിരിക്കും. ഇത് ചെരുപ്പാണ്. ഇത് തന്നെ. കസ്റ്റമറോട് ഇല്ല. കസ്റ്റമറിനെ വിളിച്ച് OTP മേടിക്കണം. ഹലോ, ഞാൻ പിക്കപ്പ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ OTP അയച്ചോ നോക്കി പറഞ്ഞേ. 6149
6149 6149. ആ ഓക്കെ, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇപ്പം തന്നെ വിളിക്കാട്ടോ. ഒരു OTP കൂടി ഉണ്ടാവും. ശരി. ആ ഇവിടെ വീട്ടിൽ ആരും ഇല്ലേ? വെച്ചാൽ മതി. ആ കുറെ ചെടിയൊക്കെ ഇരിക്കുന്ന ഇവിടെ അല്ലേ? ഫസ്റ്റ് ഫസ്റ്റ് വീട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പുറത്താ ചേറും വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി. ഇപ്പോൾ ഫുള്ള് ഡെലിവറിയും തീർന്ന് നമ്മളിപ്പോൾ ഒരു പിക്കപ്പ് എടുക്കാൻ പോയി ഒരു വീട്ടിൽ. ആ വീട്ടിലെ 2 പിക്കപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പിക്കപ്പ് എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ പിക്കപ്പ് യൂസ്വലി സ്മാച്ച് കാണിക്കാം. നമ്മൾ പെട്ടിട്ടുണ്ട്. കിക്കർ അടിച്ച് വിട്ടപ്പോ പെട്ടെന്ന് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കിക്കറും സ്റ്റാൻഡും തമ്മിൽ ലോക്കായി പോയി. ഓക്കെ, ഇനിയിപ്പോൾ കോതിരുത്ത് കഴിഞ്ഞപ്പോൾ കോതിരുത്തി നിന്ന് പുറത്തിറങ്ങാട്ടാ. കൊടുക്കാനുള്ള മൂത്തൊന്നും വില്ലേജ് ഓഫീസ്. ദീപാണ് അതും കഴിഞ്ഞ് ഇനി അടുത്ത വീട്ടായി പോലെ അതും കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. ജീൻസ് അല്ലേ? അടുത്തൊരു കയറിക്ക് വിളിക്കണം. കസ്റ്റമർ ഇപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് നേരം. മഞ്ജു അല്ലേ ഗൈസ്? നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ? വിമൻ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഒരു പിക്കപ്പ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ മാലിന്യ കോളേജിൻ്റെ ഉള്ളിലാണിട്ടത്. ഹോസ്റ്റലിലുള്ളൊരു പെങ്കൊച്ചാണ്. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിക്കപ്പ് എടുക്കാം. ഇനി ഇവിടെ 2 ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പള്ളിയിലോട്ട് പോകട്ടെ. പള്ളിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 കൊല്ലത്തോളം ഇപ്പം അങ്ങോട്ട് പോയിട്ട് പള്ളിയിൽ ഇവിടെ ജോലി കയറിയതിന് ശേഷം ഇന്നേ വരെ ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് കുർബാന കൂടെയൊക്കെ ചെയ്യുമായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി പരിപാടിയൊക്കെ ചെയ്തിട്ട്. എന്തായാലും നോക്കട്ടെ, പള്ളിയിൽ കയറാം, ഫുഡ് കഴിക്കുക. സാധനം തീർന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കയറി ഇനി പോകണ വഴി 2 പിക്കപ്പ് എടുക്കാനേ ഉള്ളൂ. പോകണ വഴി എടുക്കാം, കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഈ കസ്റ്റമർ ആട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിക്കപ്പ് കഴിഞ്ഞ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. കോളേജിൽ നിന്ന് പുറത്തിറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങി. സ്റ്റെല്ല് ആ പെണ്ണ് ബുക്ക് ചെയ്തിട്ട് ആ പെണ്ണിന് വന്ന സാധനമാണ് എൻ്റെ പൊന്നു. അതായത് ആ സാധനത്തിന് പെണ്ണിന് വന്ന സാധനം എന്നാണ് എൻ്റെ പൊന്നു. ഒരു ഇതില്ലാത്തത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ ഇവിടെ കാണിച്ചുതരാം, ഈ ഗ്യാപ്പിൽ കാണിച്ചുതരാം അതിൻ്റെ ഫോട്ടോ. അത്ര ഒരു ഹീല് അടിച്ചിട്ട് ഹീല് 4 കിടിലൻ ഷൂട്ട് ചെയ്തിട്ട് വന്നത് അങ്ങനത്തെ സാധനം. പിന്നെ അടുത്ത ഡെലിവറി ചെയ്യട്ടെ. ഇവിടെ ഒരു വീട്ടിൽ കൊടുക്കാനുണ്ട്, ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെടാ. ഹലോ ചേട്ടാ, കൊറിയറുണ്ടോ? 114 രൂപ. പൊന്നു ചെടിക്ക് വളം ചെയ്തേക്കുന്നതാണ്. അവർക്ക് ചെടിക്കോള ചോറക്കാലിട്ട് ചേരാം. എന്ത് സ്മെല്ലാണ്. അങ്ങനെ അവസാനം ഡെലിവറി എല്ലാം തീർത്ത് ഞാൻ നേരെ ചെട്ടിക്കാട് പള്ളിയിലെത്തി. ഇവിടെ ഈ കാണുന്നത് ആദ്യത്തെ ചെറിയ പള്ളിയും അപ്പുറത്താണ് വലിയ പള്ളിയുള്ളത്. അതൊക്കെ കാണണമെങ്കിൽ വല്ല ഡ്രോണും വെക്കേണ്ടി വരും. നിറച്ച് മാവായിട്ട് മൂടി നിൽക്കുന്നു. പിന്നെ ഞാൻ വന്ന് നേരെ ഒരു കൂടും എഴുതിരി വാങ്ങി. 2000 രൂപ. ബിന്ദു ഷാജു 2500 രൂപ. ഒരു വിശ്വാസി 5000 രൂപ. ജെയിൻ അമൃത ഇരിങ്ങാലക്കുട 3000 രൂപ. ടോണി ആന്റണി എടത്തിരുത്തി 7000 രൂപ. അബ്രഹാം
ഈ ഒച്ചപ്പാടിനിടയിൽ വ്ലോഗ് ചെയ്യാൻ പാടായതുകൊണ്ടും ഭക്ഷണം കൊടുത്തു തുടങ്ങിയതുകൊണ്ടും ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. നേരെ അപ്പുറത്തെ ചെറിയ ക്യൂ എല്ലാം വിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന വലിയ ക്യൂവിൽ ചെന്ന് നിന്നു. അതെന്തിനാണോ ആവോ. എന്തായാലും ക്യൂവിന് നീളം വലുതാണെന്നുണ്ടെങ്കിലും വേഗം നീങ്ങുന്നുണ്ടായിരുന്നു. ക്യൂ അടുത്തെത്താറായപ്പോൾ ഞാൻ നേരെ പ്ലേറ്റ് എടുത്തു. അവിടെ വലിയൊരു വട്ടിയിൽ പ്ലേറ്റുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടാവും. കഴുകി വെച്ചേക്കണിരിക്കുള്ളൂ, നമുക്ക് നേരെ എടുക്കാം, തിരിച്ച് ക്യൂവില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. അത് വേറൊന്നുമല്ല, പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ കാര്യസാധ്യം നടന്നതിന് അവര് കൊണ്ടുവന്ന് വെക്കണതാണ്. അതൊരു നന്ദി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇത് ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. അത് അവർക്ക് എന്തോ ഒരു കാര്യം അവിടെ പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. ആ നടന്ന കാര്യമാണ്. ചിലപ്പോൾ കല്യാണമാവാം, വീടാവാം, കുട്ടികളാവാം, എന്തോ ആവാം. അപ്പൊ അതിന്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെയാണ് ഇവർ ചോറ് തരണം കേട്ടോ. അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് 2 ക്യൂ വന്നിട്ട് ഇതുപോലെ നമുക്ക് ചോറ് മേടിച്ച് ആവശ്യത്തിന് ചോറ് ഇട്ട് തരും. ഈ ചോറ് മേടിച്ചുകൊണ്ട് തൊട്ടപ്പുറം തന്നെ ചേച്ചിമാരുടെ സാമ്പാർ കൊടുക്കാണ്ട് നമുക്ക് ആ സാമ്പാർ മേടിക്കാം. സത്യത്തിൽ ചോറ് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ല എനിക്കെന്തോ ഒരുപാട് പുറകോട്ട് പോയിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു. അതായത് പണ്ട് പഠിക്കുന്ന ടൈമിനൊക്കെ വന്ന് ഇവിടെ കഴിക്കാൻ, ഞാൻ ഇവിടെ കൊട്ടുള്ളിക്കട പഠിച്ചെന്ന്. അപ്പം ഇടക്ക് വരുന്ന പരീക്ഷയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരും. ഇത്ര ചൊവ്വാഴ്ച വന്നോളാം, ഇങ്ങനെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ചൊവ്വാഴ്ച അല്ലെങ്കിൽ 5 അങ്ങനെ ഒരു നേർച്ചയൊക്കെ നേരിടാം. പരീക്ഷ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നോളാം പറഞ്ഞു. അങ്ങനെ എന്നിട്ട് വന്നുകൊണ്ട് കുർബാന കൂടും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂട്ടുകാരായിട്ടായിരിക്കും, ചിലപ്പോൾ വീട്ടുകാരായിട്ടായിരിക്കും. അവിടെ നിന്ന് നേരെ വന്ന് ക്യൂ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കും എല്ലാവരും കൂടി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ തന്നെ കേട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ മാറിപ്പോയി. ഇപ്പം ഞാൻ നിന്ന് കഴിക്കണത് ഒരു പുതിയ ബിൽഡിംഗ് ആണ്. ആഹാരം മേടിച്ചത് പുതിയ സ്ഥലത്ത് നിന്നാണ്. മുമ്പ് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഗ്രില്ലടിച്ച് അങ്ങനെ എടുത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ തന്നെ മാറിപ്പോയി. എങ്കിലും ആ പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ ഇവിടെ വന്നിങ്ങനെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അറിയാനുണ്ട്. അതുപോലെ തന്നെ, അതായത് അന്ന് കഴിച്ചിരുന്ന അതേപോലത്തെ തന്നെ ഫുഡാണ് ഇപ്പോഴും. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അന്ന് കഴിച്ചത് എങ്ങനെയോ അതുപോലെ തന്നെ ഇപ്പോഴും. ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഇറക്കാനും പറ്റുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി പാത്രം കഴുകി അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഇനി അവർ അതിനോട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അവർ കഴുകിയതിന് ശേഷം ഫുഡ് സെർവ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ ഫ്രണ്ടിൽ വിശുദ്ധ അന്തോണീസിന്റെ അപ്പം, അവിടുത്തെ നേർച്ച, അത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് കാശ് കൊടുത്ത് നമുക്ക് മേടിക്കുക. ഒരു പാക്കറ്റ് 20 രൂപയാണ്. അപ്പോൾ 20 രൂപ കൊടുത്ത് നമ്മളത് മേടിക്കും. ആഫ്റ്റർ എ ലോങ് 6 ഇയേഴ്സിന് ശേഷമാണ് ഗൈസ് ഞാനിവിടെ വന്നത്. ഇവിടെ കയറിയപ്പോൾ തിരക്കില്ലാന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് മര്യാദ വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. എൻ്റെ പൊന്നോ. പക്ഷേ ഈ അന്തോണീസിൻ്റെ അപ്പം 2 മേടിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്നും മാറിപ്പോയിട്ടില്ല. സെയിം രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. എന്നെങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നത് സെയിം ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് 2 ഞാനിപ്പോൾ മേടിച്ചാണ്. ബാക്കി സാധനം മൊത്തത്തിനകത്ത് തിക്കി കയറ്റി വെച്ചിരുന്നതാണ്. ഇതിന് ചാക്കിലോട്ടാക്കട്ടെ ഏട്ടാ. ഗൈസ്, അപ്പം നമ്മുടെ ഡെലിവറി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, എൻഡിങ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വണ്ടി സെൽഫ് റെഡി ആക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് റെഡി ആയിട്ടുണ്ടെന്ന് പറയും. വണ്ടി എടുത്ത് വീട്ടിൽ വന്നിട്ട് നമുക്ക് വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. നമ്മുടെ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ചേട്ടാ പ്രാവശ്യം അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. മറ്റേ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അതിന് ചെറിയ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ചെട്ടിക്കാട് പള്ളി പോകണം, ഡെലിവറി ചെയ്യാനൊക്കെ എല്ലാ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്തേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.